നിങ്ങളുടെ സ്വന്തം പ്രതിഭ. അപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. ഇത് ഒരു കൊച്ചൊരു മോന് വരച്ചൊരു പടമാണ്. അതായത് ആളെൻ്റെ ഇപ്പോൾ അടുത്തില്ല. അവനാണെങ്കിൽ പടം വരയ്ക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വീട്ടിലൊക്കെ പിന്നെ പടം വരയ്ക്കുള്ളൂ. അതിൻ്റെ കൂടെ പിന്നെ പടം വരച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ചാർട്ട് പേപ്പർ മേടിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ ഒരാഴ്ച ഒരു ശിവനെ വരച്ചു. വലിയൊരു ശിവൻ്റെ 10 കൈയുള്ള ഒരു ശിവരൂപമായിരുന്നു അത് അവൻ വരച്ചത്. അത് കഴിഞ്ഞ് അങ്ങനെ ഓരോ പടങ്ങൾ വരയ്ക്കും. അങ്ങനെ ഞാനത് വെളിയിൽ അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായിരുന്നാലും അവൻ്റെ കഴിവ് വെളിയിൽ കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇതിന് നമ്മളുടെ ആനേടി തമ്പുരാൻ്റെ താമരക്കുളം ആനേടി അറിയാലോ, മാവേലിക്കര താമരക്കുളം ആനേടിയിലെ നരസിംഹമൂർത്തിയുടെ ചിത്രമാണ്. ലക്ഷ്മി ദേവിയും കൂടെ ഇരിക്കുന്നതാണ്. കണ്ടാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ത് ഭംഗിയായിട്ടാണ് വരച്ചിരിക്കുന്നത് നോക്ക്. കറക്റ്റായിട്ട് ആ ഒരു ചിത്രം. ഇത് പെൻസിൽ ഡ്രോയിങ് ആണ്. അതിനകത്ത് പിന്നെ പെൻസിലിൽ തന്നെ ഇല്ല 3-4 കളർ വരുന്ന ഒരു പെൻസിലും കൂടെ മേടിച്ച് തരുമോ? പല കളർ മേടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരൊറ്റ പെൻസിൽ മേടിച്ച് തന്നാൽ മതി, അതിനകത്താകുമ്പോൾ നിറയെ കളറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെൻസിൽ മേടിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചെടുത്തിരിക്കുന്നതാണ്. ആ മോനെ നരസിംഹമൂർത്തി അനുഗ്രഹിക്കട്ടെ. തമ്പുരാൻ്റെ തുണ എപ്പോഴും ആ കുട്ടിക്ക് ഉണ്ടാവട്ടെ. ദൈവം ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ തമ്പുരാൻ സഹായിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായവർ ആരും ഇത് കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയും പോലെ. അപ്പം ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണേ. അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ ലോട്ടറി തട്ടിൽ ഇത് ഒട്ടിച്ച് വയ്ക്കാമെന്ന് കരുതി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. എന്ത് രസമായിട്ടാണ് വരയ്ക്കുന്നതെന്നറിയാം. നോക്ക് എൻ്റെ തമ്പുരാന്. ആ ലക്ഷ്മി ദേവിയുടെ ഭംഗിയുണ്ട്. മടക്കിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായൊരു ലൈക്ക് ചെയ്യണം, മറക്കരുത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം അവൻ കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ അതിനെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇത്രയൊക്കെ അല്ലേ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാനൊക്കെ. അപ്പോൾ ഓക്കെ. അവൻ അതിനേക്കാളുപരി എന്താണെന്നറിയാം, അവൻ ചിത്രം വരപ്പ് പഠിച്ചിട്ടില്ല, പടം വരയ്ക്കാൻ പഠിച്ചിട്ടില്ല. അത് ജന്മസിദ്ധമായിട്ട് കിട്ടിയൊരു കഴിവാണിത്. ഇത് ജന്മസിദ്ധമായിട്ട് കിട്ടിയൊരു കഴിവാണ്. ഇതിവൻ പടം വരയ്ക്കാൻ പഠിച്ചിട്ടില്ല, പഠിക്കുന്ന ക്ലാസ്സിൽ പോയിട്ടില്ല, ഇങ്ങനെ ഇതിനായിട്ട് വിട്ടിട്ടില്ല. അതിനൊക്കെയുള്ള നിവൃത്തിയില്ലല്ലോ. നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ അവൻ +2 പഠിത്തം നിർത്തത്തില്ലല്ലോ. തുടർന്ന് പഠിക്കാൻ പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പഠിത്തം നിർത്തിയ ഒരു കുഞ്ഞാണ് അവൻ. +2 വരെ പോയുള്ളൂ. അപ്പം ആ മോനാണെങ്കിൽ പിന്നെ ഇപ്പം വീട്ടിലിരിക്കുകയാണ്. തുടർന്ന് ഇപ്പം +2-നായിരുന്നു, അങ്ങനെ പഠിത്തം നിർത്തി. അവന് ഇപ്പോൾ 17 വയസ്സായതേ ഉള്ളൂ. അപ്പം 17ാമത്തെ വയസ്സ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അവന് പഠിത്തം നിർത്തി. ഇതാണ് അവസ്ഥ അവൻ്റെ. അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ഒരു പിന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇതൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ. അപ്പം ഓക്കെ ഗൈസ്, ബൈ.